മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിക്ക് നാട് കണ്ണീരിൽ കുതിർന്ന വിട നൽകി. മൃതദേഹം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ ഖബറടക്കി. കാട്ടാനാക്രമണം തുടരുന്നതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും മത നേതാക്കളും നാട്ടുകാരും സംയുക്തമായി നടത്തിയ ജനകീയ മാർച്ച് ചുള്ളിക്കണ്ടം സെഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടത്. അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ വേദന കണ്ടു നിൽക്കാൻ പോലും സാധിക്കില്ല. വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് സാധാരണക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ പാടില്ല, ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഉണ്ടാകണം എന്നതടക്കം അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങളൊക്കെ വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തിയിൽ കാണിക്കണം എന്നതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അവിടെ ജനകീയ പ്രതിഷേധ മാർച്ച് നടന്നു. മാർച്ച് ഇപ്പോൾ എവിടെ വരെ എത്തി? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. അതുകൊണ്ട് മനുഷ്യൻ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സേതുലക്ഷ്മി, ഇപ്പോൾ ജനകീയ പ്രതിഷേധ മാർച്ച് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. നൂറുകണക്കിന് വരുന്ന ആളുകൾ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് MP, അതുപോലെ തന്നെ ആന്റണി ജോൺ MLA തുടങ്ങിയവരെല്ലാം ഈ ഒരു മാർച്ചിൽ സംസാരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഈ ജനപ്രതിനിധികളടക്കം സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അത് ഫണ്ടുകളുടെ അപര്യാപ്തതയല്ല. MP-മാരും MLA-മാരും അടക്കം ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന അട്ടിമറിയാണ് പല പദ്ധതികളും നടപ്പിലാക്കാതെ പോകുന്നത് എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇവിടെ സംസാരിച്ച CPM-ന്റെ ഏരിയ സെക്രട്ടറി അദ്ദേഹം അടക്കം കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. കാരണം അദ്ദേഹം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വനവകുപ്പിൽ ജോലി കിട്ടുന്നതോടുകൂടി ഇവർ മനുഷ്യരല്ലാതായി മാറുന്നു, അവർക്ക് മനുഷ്യരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല തുടങ്ങിയ കാര്യങ്ങൾ ഭരണപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളടക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചയെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അത് ആദ്യം സംസാരിച്ച ഡീൻ കുര്യാക്കോസ് MP ആയിക്കോട്ടെ, പിന്നീട് സംസാരിച്ച ഇടതുപക്ഷ MLA ആയ ആന്റണി ജോൺ ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും ഫണ്ടുകൾ നൽകുന്നുണ്ട്. പക്ഷേ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാർ നൽകുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥ ഭരണം അവസാനിക്കുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. കേരളത്തിൽ മറ്റൊരു വകുപ്പിലും ഇല്ലാത്ത തരത്തിൽ ഏത് മുന്നണി ഭരിച്ചാലും അതിൻ്റെ മന്ത്രിയെ പോലും വകവെക്കാതെ ഉള്ള ഇടപെടലാണ് പൊതുവെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആരോപണം കഴിഞ്ഞ കാലങ്ങളായി സജീവമായി നിലനിൽക്കുന്നുണ്ട്. അത് ഇവിടെയും അതിന് സമാനമായ സാഹചര്യമാണ് എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം പലപ്പോഴും പദ്ധതികൾ വരുന്നു, പദ്ധതികൾക്ക് ആരംഭം കുറിക്കുന്നു, ചില പദ്ധതികൾ നടപ്പിലാക്കുന്നു, പക്ഷേ അത് അറ്റകുറ്റപ്പണികൾ നടത്താതെയും മറ്റും അത് അട്ടിമറിക്കുന്ന സമീപനം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നു എന്നുള്ള വലിയ ആരോപണം ഉയരുന്നുണ്ട്. ഇവിടെയും അതിന് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ആ ഒരു ആരോപണങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നൂറുകണക്കിന് വരുന്ന ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ തമ്പടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് 10 മീറ്റർ അപ്പുറത്താണ് ഇനി എറണാകുളം ജില്ലയുടെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെ 2 ജില്ലകളിലെ അതിർത്തിയിൽ, ഈ 2 ജില്ലകളിലും തൊട്ടപ്പുറത്ത് കവളങ്ങാട് പഞ്ചായത്താണ്. ആ കവളങ്ങാട് പഞ്ചായത്തിലും ആയിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, വലിയ രീതിയിലുള്ള കാട്ടാന ശല്യം രൂക്ഷമായി നിലനിൽക്കുന്നതാണ്. ഈ ഫെൻസിംഗ് ഒക്കെ അടക്കം അത് നേരത്തെ ഇട്ടുപോയ ഫെൻസിംഗ് ആണ്. അതിനൊന്നും കൃത്യമായ അറ്റകുറ്റപ്പണികളില്ലാതെ നശിച്ചു പോയ സാഹചര്യം. അങ്ങനെ വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന വകുപ്പായി വനം വകുപ്പ് മാറിയിട്ടുണ്ട്. അത് ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം ഉണ്ടാക്കുന്നു. വനം വകുപ്പ് വരുമാനമുണ്ടാക്കാൻ ഇവിടെയുള്ള പ്രദേശങ്ങളിലെ എല്ലാം തേക്ക് പ്ലാന്റേഷൻ, തേക്ക് കൃഷി ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിന് സമീപത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇടയിലേക്ക് ഈ വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അവർക്കത് കാണാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ അടിക്കാടുകളെങ്കിലും വെട്ടിക്കളയാനുള്ള നടപടികൾ പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ജനകീയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 9:30യോടുകൂടിയാണ്
മൃതദേഹം പള്ളിയിലെത്തി സംസ്കരിച്ചത്. ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുത്തിരുന്നു. ഇനിയും ഇതുപോലെ ഒരു ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇത് 3ാമത്തെ മരണമാണ്. നമ്മൾ ഓരോ മരണം ഉണ്ടാകുമ്പോഴും അത്തരത്തിൽ ആശ്വസിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് സേതുലക്ഷ്മി ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് ആസിഫ്. ഇന്നലെയാണ് മേയാൻ വിട്ട പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയ 22കാരൻ അമർ ഇലാഹി ആനയുടെ ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. പിന്നീട് വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് 3-3:30 മൃതദേഹം വീട്ടിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ 9:30 ആയപ്പോൾ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി. ഇപ്പോൾ അവിടെ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടക്കുകയാണ്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3 പേർക്കാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായത്. ജനിച്ചു വീഴുമ്പോൾ മുതൽ ഈ കാട്ടുമൃഗങ്ങളുമായി സംഘട്ടനത്തിലാണ് മലയോര നിവാസികൾ. അവരുടെ മരണം പോലും ഇത്തരത്തിൽ ആകപ്പെടുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. ഇങ്ങനെയൊരു സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതിനുള്ള ശാശ്വതമായ നടപടിക്രമങ്ങളിലേക്ക് അധികൃതർ കടക്കട്ടെ.